ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 43-44 വാക്യങ്ങൾ. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിലുണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. ദൈവത്തിൻ്റെ മഹത്വം. യേശു കൂടെ ഉണ്ടായിരിക്കും എന്ന് ഊഹിച്ച് അവർ യാത്ര ചെയ്തു. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ഊഹിച്ചുള്ള ക്രിസ്തീയ യാത്ര. മിഥ്യാബോധത്തിൽ കുടുങ്ങിയുള്ളതായ ആത്മീയ മുന്നേറ്റം. ആത്മാർത്ഥതയുള്ളവരാണ്. ക്രിസ്തീയമായ ജീവിതത്തിൽ താല്പര്യത്തോടെ വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിച്ചവരാണ്. ഇവിടെ നാം കാണുന്നത് മറ്റാരുടെയുമല്ല, കന്യമറിയാവിൻ്റെയും യൗസേപ്പ് പിതാവിൻ്റെയും കാര്യമാണ്. യേശുക്രിസ്തുവിന് 12 വയസ്സുള്ളപ്പോൾ അവർ യെരുശലേം ദേവാലയത്തിൽ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ വേണ്ടി പോയി. പെരുന്നാളെല്ലാം ആഘോഷിച്ച് അവസാനം മടക്കയാത്രയിലാണവർ. വലിയ കൂട്ടം ആളുകൾ സംഘമായി നടന്നു പോകുന്നുണ്ട്. ഇവരുടെ ദേശത്തിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും പലരും മറിയോടും യൗസേപ്പിനോടും ചേർന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു ദൈവാലയത്തിൽ നിന്നിറങ്ങുമ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് അവർ ധരിച്ചത്. എന്നാൽ മുന്നോട്ട് വന്നു. അപ്പോഴാണ് മനസ്സിലായത് യേശുവിനെ കാണുന്നില്ല. അപ്പോൾ അവർ ആശ്വാസം കൊണ്ടത് എങ്ങനെയാണ്? അവർ ഊഹിച്ചു. എന്ത്? സഹയാത്രക്കാരുടെ അടുക്കൽ, ബന്ധുമിത്രാദികളുടെയോ പരിചയക്കാരുടെയോ അടുക്കൽ തീർച്ചയായിട്ടും യേശു കാണും എന്ന് അവർ ഊഹിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. പിന്നീട് മനസ്സിലായി യേശു അവരുടെ ആരുടെയും കൂടെ ഇല്ല എന്നുള്ള കാര്യം. അറിഞ്ഞപ്പോൾ ലേറ്റായി. അവർ മടക്കയാത്ര തുടങ്ങി. തിരികെ വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു യെരുശലേം ദേവാലയത്തിലുണ്ട്. 3 ദിവസം അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. ഏത് ആത്മീയ രംഗത്ത് നിൽക്കുന്നവർക്കും യേശു നഷ്ടപ്പെടാം. ഉടനെ അവർ അതറിയണമെന്നില്ല. എങ്കിലും കുഴപ്പമൊന്നുമില്ല, പ്രകടമായ പാപങ്ങളൊന്നും വരുന്നില്ലല്ലോ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ ദൈവമുണ്ടല്ലോ, വചനം കേൾക്കുന്നുണ്ടല്ലോ, വചനത്തിന് ഞങ്ങളും പോകുന്നുണ്ടല്ലോ, വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എന്നെല്ലാം ഊഹിച്ച് യേശു കൂടെ കാണുമെന്നുള്ളതായി മിഥ്യാധാരണയിൽ മുന്നോട്ട് പോകുന്നവർ അനേകരാണ്. യേശു നഷ്ടപ്പെട്ടത് യൗസേപ്പും കന്യമാതാവും അറിഞ്ഞില്ല. ദൈവമക്കളെ, അവരെ വ്യക്തിപരമായി ഏതെങ്കിലും കാര്യത്തിൽ വിമർശിക്കാനല്ല ഞാൻ പറയുന്നതിന് ഞാൻ ആര്. പക്ഷേ യേശു ഇപ്പോൾ കൂടെ ഇല്ല എന്നുള്ളത് സത്യമാണ്. നഷ്ടപ്പെട്ടത് യെരുശലേം ദേവാലയത്തിൽ വെച്ചാണ്, പെരുന്നാളിന് വെച്ചാണ്. ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടക്കുറവ് വരരുത്. പല ആത്മീയ രംഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് കർത്താവായി യേശുക്രിസ്തു പലപ്പോഴും പലർക്കും നഷ്ടപ്പെടുന്നത്. എങ്കിലും കുഴപ്പമൊന്നും ഇല്ല എന്ന് വിചാരിച്ച് അവർ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇവിടെ വേദനപ്പെടുത്തുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അവർ സഹയാത്രക്കാരുടെ അടുക്കൽ അന്വേഷിച്ചു, അവിടെയില്ല. അവർ ബന്ധുക്കളുടെ അടുക്കൽ അന്വേഷിച്ചു, അവരുടെ അടുക്കലും യേശുവില്ല. പരിചയക്കാരുടെ അടുക്കൽ അന്വേഷിച്ചു, അവരുടെ കൂട്ടത്തിലും യേശുവില്ല. നാം കാണുന്ന പല രംഗങ്ങളിലും യേശുവില്ല. ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. ദൈവമക്കളെ, ഇന്ന് ഏതെല്ലാം പ്രസ്ഥാനങ്ങളിൽ യേശുവുണ്ട്, ഏതെല്ലാം ദൈവാലയങ്ങളിൽ യേശുവുണ്ട്, ഏതെല്ലാം ആത്മീയ പ്രവർത്തന രംഗങ്ങളിൽ യേശുവുണ്ട്, ഏതെല്ലാം കൺവെൻഷൻ പന്തലുകളിൽ യേശുവുണ്ട്, ഏതെല്ലാം ഭവനങ്ങളിൽ യേശുവുണ്ട്. നിങ്ങളുടെ ബന്ധുക്കളിൽ യേശുവുള്ള രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന ദൈവമക്കൾ ആരെല്ലാം ഉണ്ട്? നിങ്ങളുടെ കൂട്ടുകാർ രക്ഷിക്കപ്പെട്ടതായ ദൈവമക്കളാണോ? നിങ്ങളുടെ പരിചയക്കാർ? ദൈവത്തിന് മഹത്വം. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നവർ പള്ളിയിൽ പോകുന്നവരാണോ, കൂട്ടായ്മയ്ക്ക് വരുന്നവരാണോ, സാക്ഷ്യം പറയുന്നവരാണോ, വചനം പറയുന്നവരാണോ എന്നുപോലുമല്ല. വളരെ വ്യക്തമായും വ്യക്തിപരമായും കർത്താവായ യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൽ എൻ്റെ സർവസ്വമായിട്ടുണ്ട് എന്നുള്ള സാക്ഷ്യം പറയുവാൻ
അനുഭവ സമ്പത്തുള്ള മക്കൾ എത്ര പേരുണ്ട്? അതാണ് ഞങ്ങളുടെ വേദനാ വിഷയം. അതുകൊണ്ടാണ് ഈ വാർദ്ധക്യത്തിലും ദൈവമക്കളെ ഈ കാൽവറിയിലെ കർത്താവായ യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായ പിരിയാത്ത സജീവമായ ഒരു ബന്ധം വേണം എന്ന് നിങ്ങളോട് സ്നേഹത്തോടെ ആലോചന പറഞ്ഞു തരുന്നത്. ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. ഊഹിച്ചുള്ള യാത്ര അപകടമാണ്. അങ്ങ് നിത്യതയുടെ കവാടത്തിൽ കഴിയുമ്പോഴേക്കും യേശു ഇല്ലെങ്കിലോ? 10 കന്യമാരിൽ 5 പേര് യേശു ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടല്ലേ മുന്നോട്ട് പോയത്? വാതുക്കൽ വന്ന് മുട്ടുപോലും ചെയ്തില്ലേ? ദൈവമക്കളെ, സ്വർഗവാതിലിൻ്റെ തൊട്ടടുത്ത് നിന്ന് നരകത്തിലേക്ക് തുറക്കുന്നൊരു വാതിലുണ്ട്. ആരും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടവരരുത്. യേശു എന്നോട് കൂടെയുണ്ടോ എന്നുള്ളതായ വ്യക്തമായ ബോധ്യം, അനുഭവ സമ്പത്ത് നിങ്ങൾക്കുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകളോട് പറഞ്ഞാൽ മനസ്സിലാകും. അവർ ഗർഭസ്ഥാവസ്ഥയിലാണെങ്കിൽ ഗർഭസ്ഥ ശിശു ചലിക്കുന്ന ചലനം അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് അവർക്ക് വ്യക്തമായൊരു ബോധ്യമുണ്ട്, ഒരു ജീവിക്കുന്ന ശിശു എൻ്റെ ഉള്ളത്തിലുണ്ട് എന്ന്. ദൈവമക്കളെ, ആ ചലനം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. നിങ്ങളുടെ ഉള്ളം തുറന്നു നോക്കിയാൽ യേശു അവിടെയുണ്ടോ? യേശുവിൻ്റെ ദിവ്യ സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിബിംബിക്കുന്നുണ്ടോ? കർത്താവായി യേശു ക്രിസ്തുവിന് സമാധാനത്തോടും സന്തോഷത്തോടും ആശ്വാസത്തോടും കൂടി നിങ്ങളുടെ കർത്താവായി ഹൃദയത്തിൽ വാഴുവാൻ സാധിക്കുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ കെഞ്ചി അപേക്ഷിച്ചുകൊണ്ട് പറയുകയാണ്. നിങ്ങൾ ആത്മാർത്ഥതയോടെ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്തു കഴിഞ്ഞാൽ എവിടെയോ വെച്ച് കർത്താവായി യേശു ക്രിസ്തു കൈമോശം വന്ന് പോയല്ലോ എന്നുള്ള സത്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഉടനെ നിരാശപ്പെടുകയല്ല വേണ്ടത്. ഉടനെ എങ്ങോട്ടെങ്കിലും ഓടുകയല്ല വേണ്ടത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഉടനെ നിങ്ങൾ അന്വേഷിച്ച് പുറപ്പെടണം. അന്വേഷിച്ചാൽ കണ്ടെത്തുമെന്ന് കർത്താവ് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. എവിടെ വെച്ച് നഷ്ടപ്പെട്ടോ ആ രംഗത്തേക്ക് നിങ്ങൾ അന്വേഷിച്ച് ചെല്ലണം. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവാലയത്തിൽ വെച്ചാണ് നഷ്ടപ്പെട്ടതെന്ന് അവർക്ക് മനസ്സിലായി. അവർ മടക്കയാത്ര ഉടനെ ആരംഭിച്ചു. ചെന്ന് യേശുവിനെ കണ്ടു. യേശുവിനെ സന്തോഷത്തോടെ കരം പിടിച്ച് കൂട്ടിക്കൊണ്ടു വന്നു. ഇന്ന് യേശു ഇല്ലാതെ ഈ പ്രാർത്ഥനാ രംഗത്തേക്ക്, ഈ വചന ശുശ്രൂഷ രംഗത്തേക്ക് കടന്നു വന്നത് ഈ മക്കൾ, ഹല്ലേലൂയ, ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നഷ്ടപ്പെട്ടു എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ മടങ്ങി വന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. ഹല്ലേലൂയ, യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ശമരിയക്കാരി സ്ത്രീയെ തേടി വന്ന ദൈവം, അവൾ നല്ലവളായിട്ടല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും സുവിശേഷത്തിൻ്റെയും ശത്രുവായിട്ട് ഓടിയതായിരിക്കുന്ന ശൗലിൻ്റെ പിന്നാലെ ഈ 2 കാലുകൾ ഓടി ദമസ്കോസിൻ്റെ വെടിവാതിൽക്കൽ വെച്ച് കണ്ടുമുട്ടി. അതേ യേശു ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. അവർ യേശുവിനെ സ്വീകരിച്ചതുപോലെ ദൈവജനമേ, നിങ്ങളുടെ ഹൃദയം തുറക്കുക, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക, യഥാസ്ഥാനപ്പെടുക. അപ്പോൾ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ ഭാഗ്യവാന്മാരായിത്തീരും. ദൈവത്തിൻ്റെ മഹത്വം. ഒന്ന്, ഈ ഔസേപ്പും മറിയും കർത്താവായ യേശു ക്രിസ്തു കൂടെ കാണും എന്ന് ഊഹിച്ച് യാത്ര ചെയ്തു. രണ്ടാമത്തെ കാര്യം, മത്തായി സുവിശേഷം 1-ാം അധ്യായം 2 മുതൽ 3 വരെ. ഹെരോദ് രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കർത്താവായ യേശു ക്രിസ്തു ബേത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ ജനിച്ചു വീണ് കിടക്കുകയാണ്. കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. കിഴക്ക് നിന്ന് വിദ്വാൻമാർ നക്ഷത്രത്തെ നോക്കി യാത്ര പുറപ്പെട്ടു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേമൊക്കെയും ഭ്രമിച്ച്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? യഹൂദന്മാരുടെ രാജാവിൻ്റെ ജനനം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം, രാജാതി രാജാവായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം തീർച്ചയായിട്ടും സമുന്നതമായിരിക്കുന്ന കൊട്ടാരത്തിലായിരിക്കുമെന്ന് ഊഹിച്ച വിദ്വാൻമാർ യാത്ര ചെയ്തു. വചനമറിയാവുന്നവരാണ്, ദൈവത്തെ അന്വേഷിച്ച് പുറപ്പെട്ടവരാണ്, നക്ഷത്രത്തെ നോക്കി യാത്ര പുറപ്പെട്ടവരാണ്, മുന്നോട്ട് ഗമിച്ചു. പക്ഷേ ഒരു ഘട്ടം വന്നപ്പോൾ അവർ നക്ഷത്രത്തിൽ നിന്ന് കണ്ണു പറിച്ചു. അവരുടെ ബുദ്ധിയുടെ പ്രമാണത്തെ അവരനുസരിക്കാൻ തുടങ്ങി. യേശു രാജാവല്ലേ, തേജോമയനായ ദൈവമല്ലേ, സർവശക്തനായ ദൈവമല്ലേ, അവൻ തീർച്ചയായിട്ടും സമുന്നതമായിരിക്കുന്ന ആ കൊട്ടാരത്തിൽ മാത്രമേ ജനിക്കുകയുള്ളൂ. അതിൽ താണ ഒരു രംഗത്തേക്ക് കർത്താവ് പോവുകയില്ല എന്നാണ് അവർ ഊഹിച്ചത്.
പ്രകടമായ തെറ്റാണ് അവർക്ക് പറ്റിയത്. അവർ കൊട്ടാരത്തിനകത്ത് പ്രവേശിച്ചു, രാജാവിനെ കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. ചെന്ന് ചോദിക്കുന്നു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം. ഇറങ്ങി തിരിച്ചവരല്ലേ? ഇറങ്ങി തിരിച്ചവർ വഴിതെറ്റിയാൽ അപകടം വലുതാണ്, പ്രത്യാഘാതങ്ങൾ വലുതാണ്. ഞാനിത് പറയുമ്പോൾ ദൈവമക്കൾ ഓരോരുത്തരും, ആത്മാവിൻ്റെ രംഗത്ത് ശോഭിച്ച് നിൽക്കുന്നവരോരോരുത്തരും, ദൈവമെടുത്ത് ഉപയോഗിക്കുന്ന ദൈവമക്കൾ, സ്വർഗരാജ്യം വേണമെന്ന ആഗ്രഹത്തോടെ ഇറങ്ങി പുറപ്പെട്ട ദൈവമക്കൾ, ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വ്യക്തമായി കൈമാറിയതായ ദൈവമക്കൾ, ദൈവത്തിന് സ്തോത്രം, ജീവിതയാത്രയിൽ കാലടികൾ വെച്ച് മുന്നോട്ട് ഗമിക്കുവാൻ ആഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെട്ട ദൈവമക്കൾ, ദൈവത്തിന് സ്തോത്രം. ബുദ്ധിയുടെ പ്രമാണത്തിലേക്ക് പോയാൽ അപകടം വലുതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു സമയത്ത് വിശ്വാസത്തിൻ്റെ കാലടികൾ എടുത്തു വെച്ച് യേശുവിനെ കാണുവാൻ മുന്നോട്ട് ഗമിച്ചവരാണ്. തെറ്റുപറ്റാത്ത നക്ഷത്രത്തെ നോക്കി പരിശുദ്ധാത്മാവിൻ്റെ നടത്തിൻ പ്രകാരം മുന്നോട്ട് പോയവരാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ ബുദ്ധിയുടെ പ്രമാണത്തിലേക്ക് അവരുടെ കണ്ണും കരളും പോയി. ചെന്ന് കയറിയത് കൊട്ടാരത്തിലാണ്. കാരണം ബൗദ്ധികമായ ചില പ്രമാണങ്ങളാണ് അവരെ ഭരിച്ചത്. എന്തു പറ്റി? യഹൂദന്മാരുടെ രാജാവായി പിറന്നു, യേശു അധികാരത്തോടെ വാഴാൻ പോകുന്നുവെന്ന് ഹെരോദാവ് അറിഞ്ഞപ്പോൾ അവന് വെപ്രാളമായി. ദൈവമക്കളെ, അത് മുഖാന്തരം ആ വിദ്വാൻമാർക്ക് വഴിതെറ്റിയത് കൊണ്ട് എന്തുമാത്രം കുഞ്ഞുങ്ങൾ ജീവൻ നഷ്ടപ്പെട്ട് നശിച്ചു. ദൈവത്തെ അവർ വളർന്നു വന്ന് യേശുവിനെ ആരാധിക്കേണ്ടതായ സാക്ഷികളായി തീരേണ്ട ദൈവമക്കൾ, ദൈവത്തിന് സ്തോത്രം. കണ്ണ് നക്ഷത്രത്തിൽ നിന്ന് മാറരുത്. യേശുവിൻ്റെ മുഖത്ത് നിന്ന് കണ്ണ് പറിച്ച് ഒരു സ്റ്റെപ്പ് വെക്കാൻ ഇടവരരുത്. വിശ്വാസത്തിന് നായകനും പൂർത്തിവരുത്തനുമായ കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം നോക്കിക്കൊള്ളണം. ഹല്ലേലൂയ. പ്രലോഭനങ്ങൾ വരാം, ബുദ്ധിയുടേതായ ചില ചിന്താധാരകൾ നിന്നെ വഴിതെറ്റിച്ചു എന്ന് വരാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എങ്കിലും ദൈവമക്കളെ, ഒരിക്കലും അതിന് വഴിപ്പെട്ടു പോകരുത്. അവർക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലായി അവരിറങ്ങി തിരിച്ച് നക്ഷത്രത്തിലേക്ക് നോക്കി യാത്ര പുറപ്പെട്ടു, എത്തേണ്ടടുത്ത് എത്തി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ണിറയെ കണ്ടു, നിക്ഷേപപാത്രങ്ങളെ തുറന്നു, മുഴുവനായി അവൻ്റെ കാൽക്കൽ സമർപ്പിച്ചു, പൊന്നും മൂരും കുന്തിരിക്കവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ഒരു കാര്യം നിങ്ങളോട് വിനയത്തോടെ ആഗ്രഹത്തോടെ പറയട്ടെ. ഇന്ന് വഴിതെറ്റിപ്പോയൊരു മടങ്ങി വരും ദിവസമായി മാറണം. യേശു നിന്നെ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കയറരുതാത്ത ചില സ്ഥലത്തേക്ക് നിൻ്റെ കാലടികൾ എടുത്തു വെച്ച് കയറിപ്പോയിട്ടില്ലേ? നിൽക്കരുതാത്ത ചില സ്ഥലത്ത് നിന്നു പോയില്ലേ? അരുതാത്ത ചില ചിന്താഗതികൾക്ക് ഇടം കൊടുത്തു പോയില്ലേ? ചിലരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് സത്യത്തിൻ്റെ വചനത്തിൻ്റെ രംഗത്ത് നിന്ന് അകന്നു പോകേണ്ടതായിട്ട് വന്നില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് പലരും അപകടസ്ഥിതിയിലാണ് എന്ന് ഒരു ഭയനിർദ്ദേശം നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളെ ആരെയും കുറ്റം വിധിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരൊറ്റ കൊതി മാത്രമാണ്. ഇന്ന് മടങ്ങി വരുവൻ്റെ ദിവസമായി മാറണം. ഹല്ലേലൂയ. യേശു നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. നക്ഷത്രം നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. നിങ്ങളെ കൂടാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല നിൽക്കുകയാണ്. അവർ വന്നു, നക്ഷത്രത്തിൽ കണ്ണ് പതിപ്പിച്ചു, യാത്ര പുറപ്പെട്ടു, എത്തേണ്ടടുത്ത് ലക്ഷ്യം തെറ്റാതെ എത്താനായിട്ട് സാധിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു പുതിയ അധ്യായം തുടങ്ങുമോ? ഒരു പുതിയ അധ്യായം തുടങ്ങുമോ? ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ശൗലിൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം പോലെ ഇന്ന് നിങ്ങൾ മടങ്ങി വരും ദിവസമായി മാറട്ടെ. ഓരോരുത്തരും യേശു നിന്നെ നോക്കി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അങ്ങോട്ട് ചെന്നാൽ തേജോമയനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു പുൽത്തൊട്ടിയിൽ കൈയും കാലും എടുത്ത് പുഞ്ചിരിയോടെ തേജസ് അണിഞ്ഞ് കിടക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കണ്ണിറയെ കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കാഴ്ച എന്ത് മനോഹരമാണ്. അവൻ്റെ കാൽക്കലങ്ങ് വീഴാം, നിങ്ങളുടെ ഹൃദയച്ചെപ്പങ്ങ് തുറക്കാം, നിങ്ങൾക്കുള്ളത് മുഴുവൻ നിങ്ങളുടെ ഉടയവനായ യേശുവിൻ്റെ കാൽക്കൽ നിങ്ങൾക്ക് സമർപ്പിക്കാം. സമാധാനത്തോടും സന്തോഷത്തോടും ആശ്വാസത്തോടും കൂടെ നിങ്ങൾക്ക് ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകാം. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, അരുതാത്ത സ്ഥലത്തേക്ക് യേശു കാണും എന്ന് ഊഹിച്ച് നിങ്ങൾ ഒരിക്കലും യാത്ര പുറപ്പെടരുത്. ഒരു സത്യം നിങ്ങളോട് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. യേശു കാണുമെന്ന് നിങ്ങൾ ഊഹിക്കുന്ന അനേക സ്ഥലങ്ങളിൽ യേശു ഇല്ല. അപകടമാണത്.
ദൈവത്തിന് സ്തോത്രം. അതേതെല്ലാം രംഗങ്ങളാണ് എന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഊഹിച്ചുള്ള യാത്ര അപകടമാണ്. ഒന്ന്, യോസേപ്പും മറിയും യേശു കൂടെ കാണുമെന്ന് ഊഹിച്ച് യാത്ര ചെയ്തു. രണ്ട്, രാജാതിരാജനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം കൊട്ടാരത്തിലായിരിക്കുമെന്ന് ഊഹിച്ച് വിദ്വാൻമാർ യാത്ര ചെയ്തു. മൂന്നാമത്തെ കാര്യം, മത്തായി സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യം. മത്തായി 7:21 മുതൽ 24 വരെയുള്ളതായ വാക്യങ്ങൾ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിനെന്ന് തീർത്തു പറയും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, തോന്നിമാസം ജീവിച്ചവരല്ല കർത്താവായി യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വന്ന് ചില അവകാശവാദങ്ങൾ പറയുന്നത്. ദൈവത്തിൻ്റെ മഹത്വം. ദൈവവേല ചെയ്താൽ സ്വർഗത്തിൽ എത്താമെന്നുള്ള മിഥ്യാബോധത്തിൽ ഊഹിച്ചുള്ള യാത്രയാണ് ഇവരെ അപകടത്തിലേക്ക് നയിച്ചത്. അവർ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട്, രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തികൾ അവർ ചെയ്തു കാണിക്കുന്നുണ്ട്. യേശുവിനെ നല്ല പരിചയമുള്ളവരായിട്ട് അഭിനയിക്കുന്നുണ്ട്. യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ അവകാശവാദങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് സമീപിക്കുകയാണ്. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അന്തരംഗത്തെ സ്ഥിതി ആരാഞ്ഞറിയുന്ന അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ള തേജോമനായിരിക്കുന്ന കർത്താവ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുകയും. യേശുവിൻ്റെ നാമത്തിലാണ് പ്രവചിച്ചതും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തത്. ഒക്കെ നടന്ന കാര്യം തന്നെയാണ്. പക്ഷേ കർത്താവായി യേശു ക്രിസ്തു അവരെ അറിയുന്നില്ല. ഈ സത്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. യേശുവിനെ അറിയിച്ചവരെ യേശു അറിയുന്നില്ല എന്ന് പറയുന്ന ഒരു ദിവസം വരുന്നു. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. സുവിശേഷ വേലക്കാർ ഗൗരവത്തോടെ മനസ്സിലാക്കും. അനേകം വീര്യപ്രവൃത്തികളും ദൈവത്തിന് സ്തോത്രം നല്ല ശബ്ദത്തിലുള്ള അതിന് സുരക്ഷയും ഓടി നടന്നുള്ള വേലയും ആത്മീയൻ എന്നുള്ളതായിരിക്കുന്ന ആ ഒരു പരിവേഷവും എല്ലാം നിനക്കുണ്ട്. പക്ഷേ ഏറ്റവും അവസാനം ഈ കഠോര ശബ്ദം കേൾക്കേണ്ടതായിട്ട് വരുമോ? ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തന്നെ സ്നേഹിക്കുന്നവരെ ദൈവം അറിയുന്നു. ഈ സ്നേഹത്തിൻ്റെ അറിവാണ്, സ്നേഹത്തിൻ്റെ മാധുര്യമുള്ളതായ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. നിന്റെ വേദപുസ്തക പാണ്ഡിത്യം കൊണ്ട് നിനക്ക് പ്രസംഗിക്കാം. യേശുവിൻ്റെ നാമത്തിന് ശക്തി വെച്ച ചില പ്രവർത്തനങ്ങളെല്ലാം നിനക്ക് നടത്താം. പക്ഷെ നീയും കർത്താവായ യേശുക്രിസ്തുവിൽ വ്യക്തമായ സ്നേഹത്തിൻ്റെ അലിഞ്ഞു ചേരുന്ന ബന്ധമുണ്ടോ? നിന്റെ ജീവിതത്തിൽ അധർമ്മവും പാപവും അശുദ്ധിയും മാറിയിട്ടുണ്ടോ? കർത്താവ് പ്രസാദിക്കുന്ന ഒരാളത്വത്തിൻ്റെ ഉടമയാണോ നീ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവുമായി പിരിയാത്ത സ്നേഹബന്ധം സ്ഥാപിക്കാത്ത ദൈവമക്കളുടെ ജീവിതത്തിൽ അവസാനം ഭയാനകമായിരിക്കുന്ന ഒരു കെടുതിയായിരിക്കും, അന്ത്യമായിരിക്കും. യേശു അറിയുന്നില്ല എന്ന് വേദനയോടെ തള്ളി പറയുന്ന കഠോര ശബ്ദം കേൾക്കേണ്ടതായിട്ട് വരും. വേലക്കാർ ശ്രദ്ധിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ ഓരോരുത്തരും കരുതലോടെ മനസ്സിലാക്കുക. വേല ചെയ്താൽ സ്വർഗരാജ്യത്തിൽ ചെല്ലാമെന്ന് വിചാരിക്കരുത്. നന്ദിയോടെ സ്തോത്രം. അടുത്ത കാര്യം എന്താണ്? മത്തായി 25:10 മുതൽ 12 വരെ വാക്യങ്ങൾ വായിച്ച്. മത്തായി 25-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങൾ. അവർ വാങ്ങുവാൻ പോയപ്പോൾ 5 10 കന്യകമാർ, 5 പേരുടെ വിളക്കിൽ എണ്ണയുണ്ട്, അവരുടെ റിസർവ് ഓയിലുമുണ്ട്, അവർ പാത്രത്തിലും എണ്ണ കരുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ബുദ്ധിയില്ലാത്ത മറ്റ് 5 കന്യകമാർ മണവാളൻ വരുന്നവരെ നോക്കി കാത്തിരുന്നു. വിളക്ക് തെളിയിച്ചു, പക്ഷെ വിളക്ക് കെട്ടുപോയി. കൂട്ടുകാരോട് ചോദിച്ചു, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാതെ വരാതിരിപ്പാൻ ഞങ്ങൾ തരികയില്ല എന്ന് പറഞ്ഞു. അവർ വാങ്ങിക്കാൻ വീണ്ടും പോയി. വായിച്ചു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു. ഒരുങ്ങിയിരുന്ന ആത്മനിറവുള്ള വിശുദ്ധിയെ തികച്ച് വചനപ്രകാരം കാത്തിരുന്ന 5 പേർ അവനോടുകൂടി അകത്ത് പ്രവേശിച്ചു, വാതിലടക്കുകയും ചെയ്തു. അടുത്ത കാര്യം, അതിന്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു.
കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കേണമേ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പക്ഷെ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. വാക്യോടെ വായിച്ച്. അതിനെ അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. സത്യമായ കർത്താവായ യേശു ക്രിസ്തു സത്യമായിട്ട് തീർത്തു പറയുകയാണ്. ഇറങ്ങി പുറപ്പെട്ടവരാണ്, വിളക്കുണ്ടായിരുന്നവരാണ്, വിളക്ക് കത്തിയവരാണ്, മണവാളിനെ എതിരേൽക്കണമെന്നുള്ള ആഗ്രഹത്തോടെ യാത്ര പുറപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. മണവാളൻ വരുന്ന ശബ്ദം കേട്ട്, ആർപ്പുവിളി കേട്ട് എഴുന്നേറ്റവരാണ്. വാതുക്കൾ ചെന്ന് മുട്ടിയവരാണ്. നന്ദിയോടെ സ്തോത്രം. എൻ്റെ ദൈവമക്കളെ, എനിക്ക് പറയാനുള്ള കാര്യം എന്നാ അറിയാം? ആ ഊമയുടെ വിശദീകരണമല്ല ഞാൻ പറയുന്നത്, ഒരു മർമ്മം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. ഇപ്പോഴുള്ളതായ ഒരുക്കം മതി, ഇപ്പോഴുള്ളതായ ആത്മനിറവ് മതി, ഇപ്പോഴുള്ളതായ വിശുദ്ധി മതി, ഇപ്പോഴുള്ളതായിരിക്കും ദാഹം മതി, ഇപ്പോഴുള്ളതായ പ്രാർത്ഥനാശീലം മതി. ദൈവമക്കളെ, എന്നുള്ള മിഥ്യാബോധത്തിൽ ഊഹിച്ചുള്ള യാത്ര അപകടമാണ്. അവസാനം ഈ ശബ്ദം കേൾക്കേണ്ടി വരുമോ? ദൈവത്തിന് സ്തോത്രം. എന്ത് താല്പര്യത്തോടെ ഇറങ്ങി പുറപ്പെട്ടവരാണ്. എല്ലാ കാര്യങ്ങളിലും അവർ ദൈവത്തിന് മറ്റവരെ പോലെ ആയിരുന്നല്ലോ. ആന്തരികമായിരിക്കും നിറവുണ്ടോ? ഞാൻ നിങ്ങളോട് ഒരു കാര്യം ലളിതമായി ചോദിക്കട്ടെ. അകത്ത് ആത്മാവിൻ്റെ തീ കത്തി ജ്വലിച്ച് നിൽക്കുന്നുണ്ടോ മക്കളെ? ഹല്ലേലൂയ. സ്നേഹത്തിൻ്റെ അഗ്നി നിങ്ങളിൽ കത്തുന്നുണ്ടോ? കർത്താവ് പ്രകാശിച്ച് ശോഭിച്ച് നിൻ്റെ അന്തരംഗത്തിൽ തേജസ്സോടെ വാഴുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കാൽവരിൽ കത്തിതായിരിക്കുന്ന തേജസ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ജ്വലിച്ച് പ്രകാശിച്ച് നിങ്ങളുടെ ജീവിതം തന്നെ പ്രകാശമാനമായി മാറിയിട്ടുണ്ടോ? പൊത്തോർത്ത് ആത്മീയങ്ങളുടെ സ്വർഗ വീട്ടിലെത്താൻ നിങ്ങളൊരിക്കലും ധരിക്കരുത്. ഞാനും ഭയത്തോടെയാണ് ഈ കാര്യം പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഊഹിച്ചുള്ള യാത്ര അപകടമാണ്. 5 പേരകത്തും 5 പേര് പുറത്തും, ഒരു വാതിലിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുവരെ സ്വർഗവാതിൽ വരെയും എത്തിയവരാണ്. ഞാൻ ഞെട്ടലോടും ഭയത്തോടും വിറയലോടും കൂടി പറയട്ടെ, ഹല്ലേലൂയ. നമുക്കൊന്ന് ഉണരാം, നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥയൊന്ന് തിരിച്ചറിയാം, നമുക്ക് കത്തുപിടിക്കാം, നമുക്കൊന്ന് ജ്വലിക്കാം. നമ്മുടെ ആളത്വം യേശുവിൻ്റെ ദിവ്യ സ്വഭാവം പോലെ ആയിത്തീരട്ടെ. ദൈവനാമം മഹത്വപ്പെട്ടെ. ദൈവത്തിന് സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെ വാക്യങ്ങൾ വായിച്ച്. ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കായി നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിനടുക്കൽ നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് താല്പര്യത്തോടെ കടന്നു വന്ന ഒരു ദൈവദാസനും യേശുവുമായിട്ടുള്ള സംഭാഷണമാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. വായിക്കാം. അവനോട്, ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു. തോന്നിവാസം അഴിഞ്ഞാടി നടന്ന ഒരു വ്യക്തിയല്ല. കർത്താവായ യേശുക്രിസ്തു ലിസ്റ്റ് സഹിതം പറഞ്ഞ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളെല്ലാം ബാല്യം മുതൽ അച്ചട്ടായിട്ട് നിവർത്തിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമായിരിക്കുന്ന ഒരു വ്യക്തി. വായിച്ചോ. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. എന്ത് പറഞ്ഞു? ഒരു കുറവ് നിനക്കുണ്ട്. ഒരു കുറവ് നിനക്കുണ്ട്. ദൈവത്തിന് അതിൻ്റെ അവസാനത്തെ വാക്യം വായിച്ച്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചു? അവൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. he went out miserably lost away. യേശുവിൻ്റെ അടുക്കൽ നിത്യജീവനെ ചോദിച്ചുകൊണ്ട് വന്നവൻ ചോദിക്കേണ്ടത് ചോദിച്ചു, ചോദിക്കേണ്ടവനോട് ചോദിച്ചു, ചോദിക്കേണ്ടവൻ വ്യക്തമായ മറുപടി നൽകി. പക്ഷേ അവൻ നഷ്ടപ്പെട്ടവനായി, സ്വർഗരാജ്യം നഷ്ടപ്പെട്ടവനായി, നരകയോഗ്യനായി തിരിച്ചുപോയി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കൽപ്പനകൾ ആചരിച്ചാൽ, ന്യായപ്രമാണം വള്ളിയും പുള്ളിയും തെറ്റാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ദൈവത്തിന് സ്വർഗരാജ്യത്തിൽ പോകാമെന്നുള്ളതായ ഊഹം. എൻ്റെ പ്രവർത്തനത്തിൻ്റെ മേന്മ കൊണ്ട്, ന്യായപ്രമാണം പാലിക്കുന്നുകൊണ്ട്, കൽപ്പനകൾ അനുസരിക്കുന്നുകൊണ്ട് സ്വർഗത്തിൽ പോകാമെന്നുള്ളതായ ബോധ്യം മിഥ്യാബോധ്യമാണ്. അത് ഊഹമാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കൽപ്പന അവർ പാലിക്കുന്നില്ല. ന്യായപ്രമാണം മുഴുവനും ഉൾക്കൊള്ളുന്ന ഒരു കൽപ്പനയുണ്ട്. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുക, നിന്റെ സഹോദരനെയും തന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ദൈവത്തോടുള്ള സ്നേഹമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം.
പിതാവാൻ ദൈവം തന്നെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് നമ്മളുള്ളതായ സ്നേഹമാണ്. പുത്രൻ തമ്പുരാൻ കാൽവറിയിൽ ജീവരക്തം ഊറ്റിത്തന്ന് നമ്മളുള്ള സ്നേഹമാണ്. ദൈവത്തിന് സ്തോത്രം. ഉയർത്തുന്നതിൻ്റെ കർത്താവായ യേശുക്രിസ്തു ശീമോൻ പത്രോസിൻ്റെ അടുക്കൽ ചെന്ന് കെഞ്ചി ചോദിക്കുന്നത്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ന്യായപ്രമാണ കൽപ്പനകൾ വാച്യാർത്ഥത്തിൽ പാലിക്കുന്നതിനല്ല, ഉള്ളം കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹത്തോടെ പിൻപറ്റുന്നതാണ്. ഈ സ്നേഹത്താൽ പ്രേരിക്കപ്പെട്ടതായിരിക്കണം ദൈവവേല. നിർബന്ധം എന്നെ മേൽ കിടക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിന് നിർബന്ധമാണ് ദൈവവേല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ നഷ്ടപ്പെട്ടു പോയല്ലോ. കാരണം എന്താണ്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തെക്കാൾ അധികം സ്ഥാനത്തെ സ്നേഹിക്കുന്നു. ഇപ്പോൾ അവൻ്റെ കൺമുമ്പിൽ വളരെ വ്യക്തമായി രണ്ട് ശക്തികൾ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. സ്വർഗരാജ്യത്തിൻ്റെ ഉടയവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു, അവൻ്റെ ജീവിതത്തിൽ സുഖവും സന്തോഷവും സകല ഐശ്വര്യവും നൽകുന്നതായ സമ്പത്ത്, അത് അവന് ധാരാളമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ മാസ്റ്റർ സിൻ എന്ന് പറയുന്നത് ദ്രവ്യത്തോടുള്ളതായ ആഗ്രഹമാണ്. ദ്രവ്യം തെറ്റല്ല, സമ്പത്ത് തെറ്റല്ല. പക്ഷെ അവൻ്റെ ദൈവം ഇപ്പോൾ സമ്പത്താണ്. അത് മാറ്റി നിർത്തി കർത്താവായി യേശുക്രിസ്തുവിന് എല്ലാറ്റിലും ഉപരിയായി സുപ്രീം പ്രയോറിറ്റി യേശുവിന് കൊടുക്കാൻ മനസ്സുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ പിന്നിൽ പതറി അവൻ നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന് കൽപ്പനകൾ പ്രമാണിച്ചാൽ ദൈവത്തിന് സ്തോത്രം നിത്യജീവൻ കിട്ടും എന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്യം കൂടി വായിച്ച്, മർക്കോസ് 14-ാം അധ്യായം 27-ാമത്തെ വാക്യവും 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസ് 14-ാം അധ്യായം 27-ാമത്തെ വാക്യം ആദ്യം വായിച്ച്. യേശു അവരോട്, നിങ്ങളെല്ലാവരും ഇടറിപ്പോകും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരോട് വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇടറിപ്പോകും. ഞാൻ ഇടയനെ വിട്ടും ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. കാൽവറിയിൽ കർത്താവായ യേശു ക്രിസ്തു ഇതാ കഷ്ടത അനുഭവിക്കാൻ പോകുന്നു, അപ്പോൾ എൻ്റെ പിന്നാലെ വരുന്ന നിങ്ങൾ ഇടറിപ്പോകുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പത്രോസ് എന്ത് പറഞ്ഞു? 29-ാമത്തെ വാക്യം. പത്രോസ് അവനോട് എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു. എല്ലാവരും ഇടറും, ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടവനൊന്നുമല്ല. ഈ നിൽക്കുന്ന സകലരും ഇടറിപ്പോകും, അവരുടെ വിശ്വാസത്തിൽ വലിയ ആഴമൊന്നുമില്ല. പക്ഷേ ശീമോൻ പത്രോസ് പറയുന്നത്, ഞാൻ അങ്ങനെയല്ല, ആരെല്ലാം ഇടറിയാലും ഞാൻ ഇടറുകയില്ല. വായിച്ചു. യേശു അവനോട്, ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി 2 വട്ടം കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് സത്യമായിരിക്കുന്ന കർത്താവായ യേശു സത്യമായിട്ട് വ്യക്തമായി അവനോട് പറഞ്ഞു. അവൻ എന്ത് മറുപടി? അവനോ, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് അധികമായി പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. പത്രോസ്ലീഹായുടെ വ്യാജമായിരിക്കുന്ന ഊഹിച്ചുള്ളതായ ഉറപ്പ്, ഊഹിച്ചുള്ള യാത്രയാണ് നമ്മുടെ വിഷയം. കർത്താവായ യേശുക്രിസ്തു രഹസ്യങ്ങളെ അറിയുന്നവനല്ലേ. സകല അവസ്ഥയും വ്യക്തമായി സ്പഷ്ടമായും അവൻ്റെ കൺമുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയല്ലേ. നീ എന്നെ തള്ളിപ്പറയും. ശിഷ്യന്മാരെല്ലാവരും, ഇല്ല, ഞാൻ ഒരിക്കലും തള്ളിപ്പറയുകയില്ല. യേശുവിൻ്റെ വാക്കിനെ ഉൾക്കൊള്ളുന്നതിന് പകരം അവൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, ഞാൻ അങ്ങനെയല്ല ധരിച്ചത്, ഇന്നത്തെ ആഴം പോരല്ലോ എന്നുള്ളതായ സത്യം അംഗീകരിച്ചുകൊണ്ട് അനുതാപത്തോടെ യേശുവിനെ അനുസരിച്ചുവെങ്കിൽ അവൻ രക്ഷപ്പെടാമായിരുന്നു. മരിക്കേണ്ടി വന്നാൽ ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. ഇവരെല്ലാവരും തള്ളിപ്പറഞ്ഞാൽ നിന്നെ പറയില്ല. 3 വട്ടം ഇന്ന സമയത്ത് കോഴി കൂന്നിന് അത്രയും പറഞ്ഞാലും ഈ കർത്താവായ യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് കാൽക്കൽ വീഴണ്ടേ. അവസാനം തലേ കൈവച്ച് ആണയിട്ട് 3 വട്ടം ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയേണ്ടതായി വന്നില്ലേ. ദൈവത്തിന് സ്തോത്രം. വ്യാജ ഉറപ്പൊരിക്കലും പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൽക്കുന്നത് കൃപ. പൗലോസ്യ പറഞ്ഞു, ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ. എൻ്റെ തീരുമാനമോ എൻ്റെതായിരിക്കുന്നതായ ഒരു ശക്തിയൊന്നുമല്ല. ദൈവത്തിൻ്റെ സ്തോത്രം. വീഴാതെ വണ്ണം എൻ്റെ പൊന്നു കർത്താവ് സൂക്ഷിച്ചാലുണ്ട്. വീഴാതെ വണ്ണം സൂക്ഷിച്ചാൽ, വീഴാതെ വണ്ണം കാത്താലുണ്ട്. ഹല്ലേലൂയ. ഞാൻ തികച്ചും ബലഹീനനാണ്, എനിക്കൊരു കഴിവുമില്ല. കർത്താവേ, അങ്ങ് എത്തുന്നവരെ ഇന്ന് നിലനിർത്തിക്കൊള്ളണമേ. ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്? ഊഹിച്ചുള്ള യാത്ര ഇന്നിവിടെ തീരട്ടെ. നന്ദിയോടെ സ്തോത്രം. യേശുവിനെ വ്യക്തിപരമായി രുചിച്ചറിയുന്ന സത്യ അനുതാപത്തിലേക്കും ക്രിസ്തീയ ജീവിതത്തിലേക്കും നിങ്ങൾ ഇന്ന് കടന്നു വരാൻ ദൈവം കൃപ തരട്ടെ. നന്ദിയോടെ സ്തോത്രം. അതിന് പൊന്നുതമ്പുരാൻ നമുക്കെല്ലാവരും കൃപ ഒന്ന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.